ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 20. കാശി ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് തൻ്റെ സംസാരത്തിലെ പിഴവ് നേത്ര മനസ്സിലാക്കിയത്. അവന് കുഴപ്പമൊന്നുമില്ല, അത് വിട്. ഇനിയും എന്നെ സാറിന് തന്നെ വിളിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പോവും കേട്ടോ. ചെറു പരിഭവത്തോടെ കാശി പറഞ്ഞതും നേത്ര പുഞ്ചിരിച്ചു. ചോട്ടനെ കോശിച്ചേട്ട എന്ന് ഞാൻ വിളിച്ചാൽ മതിയോ? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കാശിയും നേത്രയും വാതിൽക്കൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും മുഖത്തോട് മുഖം നോക്കി. ആ നിൽക്കുന്ന സാധനം കടിക്കോ? ശബ്ദം താഴ്ത്തി കാശി ചോദിച്ചതും നേത്ര പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ട് ഒരു നിമിഷം ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വേഗം മുഖം തിരിച്ച് കണ്ണു തുടച്ചു. അത് നേത്ര കണ്ടില്ലെങ്കിലും കാശി കണ്ടിരുന്നു. ഡി ഗൗരി കലിപ്പിട്ട് വിളിച്ചതും നേത്ര നല്ല കുട്ടിയായി. നച്ചു, ഇയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. സാറും ചേട്ടനൊക്കെ പുറത്ത്, ഇവിടെ വേണ്ട. പിന്നെ നിന്റെ ചേട്ടനോട് പറഞ്ഞേക്ക് ഇവിടെയുള്ള വരവ് വേണ്ടെന്ന്. ഇവിടെ ശത്രുക്കൾക്ക് ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ദേഷ്യത്തോട് ഗൗരി പറഞ്ഞ് കാശിയെ നോക്കിയതായിരുന്നു. പിന്നെ ഇനി അന്വേഷണം പറിച്ചിലും ഒന്നും വേണ്ട. അവൾ ഇനി ആ ഓഫീസിലേക്ക് വരില്ല. അത് ചേട്ടനല്ല, ആര് വന്ന് പറഞ്ഞാലും ഞാൻ വിടില്ല. അതും പറഞ്ഞ് അവൾ വെട്ടിത്തിരിഞ്ഞു പോയി. സോറി കാശിയേട്ടാ, എൻ്റെ കാര്യത്തിൽ അവൾ കുറച്ച് സെൻസിറ്റീവാണ്. ഇന്നലെ എന്നെ അങ്ങനെ കണ്ടതിലുള്ള ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. അവളോട് ദേഷ്യമൊന്നും തോന്നല്ലേ? നേത്ര പറഞ്ഞതും എനിക്ക് മനസ്സിലായി നച്ചു. ഇന്നലെ ഞാൻ കണ്ടതാ തനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോഴുള്ള ആളുടെ വെപ്രാളം. അത് വിട്. പക്ഷേ ആൾ പറഞ്ഞ പോലെ താൻ ഇനി ഓഫീസിലേക്ക് വരില്ലേ? ഏയ്, ഞാൻ വരും. ഈ ദേഷ്യം ഒന്ന് കുറയുമ്പോൾ ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഓക്കെ. നച്ചു എന്തെങ്കിലും കഴിച്ചോ? ആ ചോദ്യം കേട്ടതും അവൾ ചിരിച്ചു. എവിടുന്ന്? ഇവിടെ നിന്നും ചാടി തുള്ളി പോയ ആൾ എനിക്കൊരു കഞ്ഞി ഉണ്ടാക്കാനായി മണിക്കൂർ 4 അടുക്കളയിൽ കയറിയിട്ട്. അവൾക്ക് പാചകം അറിയില്ലെന്നേ. പുറത്തുനിന്ന് വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേ അവൾ സമ്മതിച്ചില്ല. രാത്രി ആവുമ്പോഴേക്കും ഉണ്ടാക്കുമായിരിക്കും. അവൾ പറഞ്ഞതും കാശിയും ചിരിച്ചു. അടുക്കളയിലെത്തിയിട്ടും ഗൗരി ദേഷ്യത്തിൽ തന്നെയായിരുന്നു. കാശിയുടെ ഇടിച്ചു കയറിയുള്ള വരവും അധികാരം കാണിക്കലും നച്ചുവിനോട് അവൻ കാണിക്കുന്ന അടുപ്പവും ഒന്നും അവൾക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ നോട്ടം മുന്നിലേക്കായതും കുക്കറിൽ ചമ്മന്തി പരുവത്തിൽ കിടക്കുന്ന അരി കണ്ടതും അവളുടെ ദേഷ്യം കൂടി. ഇത്ര നേരം നോക്കിയിരുന്നപ്പോൾ കല്ല് പോലെ ഇരുന്നിരുന്നതാ ഇപ്പോൾ ചമ്മന്തിയായി കിടക്കുന്നത്. നാശം പിടിക്കാനായിട്ട്. മുന്നിലെ കുക്കർ കിച്ചൺ സ്ലാബിൽ ശക്തിയോടെ വെച്ചുകൊണ്ട് ഗൗരി തൻ്റെ ദേഷ്യം തീർത്തതും പിന്നിലൊരു പൊട്ടിച്ചിരി കേട്ടതും ഒരുമിച്ചായിരുന്നു. തിരിഞ്ഞു നോക്കിയ ഗൗരി അടുക്കളയുടെ വാതിൽക്കൽ കൈയും കെട്ടി നിന്ന് ചിരിക്കുന്ന കാശിയെ കണ്ടതും അവൾക്ക് വിറഞ്ഞു കയറി. എന്താണോ നിന്ന് കിണിക്കുന്നേ? തന്നോടാരാ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ? ഫ്ലാറ്റിലേക്ക് വലിഞ്ഞു കയറിയത് പോരാനിട്ടാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ദേഷ്യത്തോടെ ഗൗരി ചോദിച്ചതും കാശി അവൾക്കടുത്തേക്ക് നടന്നു. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന കാശിയെ കണ്ടതും ഗൗരിക്ക് ചെറിയൊരു പേടി തോന്നിയെങ്കിലും അവൾ മുഖത്തത് വരുത്താത്ത രീതിയിൽ തന്നെ നിന്നു. അവൻ നടന്നു സ്ലാബിലിരിക്കുന്ന കുക്കറിലേക്കൊന്ന് നോക്കി. ശേഷം തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ ഒരു സൈഡിലേക്ക് ഒരു കൈകൊണ്ട് പിടിച്ചു വലിച്ച് നീക്കി നിർത്തി. താൻ എന്തായി കാണിക്കുന്നേ? കുക്കർ കഴുകി എടുക്കുന്നവനെ കണ്ടതും അവൾ അവനടുത്തേക്ക് ചെന്ന് ചോദിച്ചതും അവൻ അത് കേൾക്കാത്ത പോലെ കുക്കർ വൃത്തിയാക്കി അരി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചു. ഡോ, ഇത് തൻ്റെ വീടല്ല ഇങ്ങനെ അധികാരം കാണിക്കാൻ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കഞ്ഞി കാരണം മനുഷ്യരുടെ കൺട്രോൾ പോയിരിക്കുക. തനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിക്കേ. അവന് നേരെ വിരൽ ചൂണ്ടി അവൾ പറഞ്ഞതും അവൻ ആ വിരൽ പിടിച്ച് തിരിച്ചു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ടതും അവൻ പിടുത്തം വിട്ടു. എന്നിട്ട് അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. ഇനിയും നീ വാ തുറന്നാൽ നേരത്തെ ഇങ്ങോട്ട് കയറി വന്ന സമയം എന്നെ ഇടിച്ചു തട്ടിയിട്ടപ്പോൾ നിന്റെ ചുണ്ടിൽ അറിയാതെ തന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി തരും. അത് വേണോ? ഗൗരവത്തോടെ കാശി ചോദിച്ചതും ഗൗരി തൻ്റെ വായ 2 കൈകൊണ്ടും പൊത്തിപ്പിടിച്ചു. അത് കണ്ടതും കാശിക്ക് ചിരി വന്നെങ്കിലും അത് മറച്ചു പിടിച്ച് അവൻ തൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു. നിമിഷ നേരം കൊണ്ട് കഞ്ഞിയും ചമ്മതിയും പപ്പടം ചുട്ടതും ഒക്കെ റെഡിയാക്കി. അവൻ്റെ പാചകം കണ്ട് ഗൗരി വാ പൊളിച്ചു നിന്നു. എല്ലാം പാത്രത്തിലെടുത്ത് തിരിഞ്ഞ കാശി ഗൗരിയുടെ നിൽപ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. വാഴയിൽ നിന്ന് മാടി. കൂട്ടുകാരത്തിയോട് സ്നേഹം നിറഞ്ഞൊഴുകുകയായിരുന്നല്ലോ.
എന്നിട്ട് അതിന് മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോലും അവൾക്ക് അറിയത്തില്ല. എന്നിട്ട് ഒടുക്കത്തെ ജാടയും. ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ ഇതുണ്ടാക്കാൻ ഇങ്ങോട്ട് കയറിയത്, അല്ലാതെ അധികാരം കാണിക്കാനൊന്നുമല്ല. അതും പറഞ്ഞ് മുന്നിൽ നിൽക്കുന്നവളെ തട്ടിമാറ്റി അവൻ റൂമിലേക്ക് നടന്നു. അവന് പിന്നാലെ അവളും അങ്ങോട്ടേക്ക് ചെന്നു. റൂമിൽ ചെന്നതും ചിരിയും കളിയുമായിരിക്കുന്ന കാശിയെയും നേത്രയെയുമാണ് അവൾ കണ്ടത്. അവൾക്ക് അവൻ കഞ്ഞി കോരി കൊടുക്കുന്നത് കൂടി കണ്ടതും അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് എന്തോ പറഞ്ഞ് ചിരിച്ചു തിരിഞ്ഞു നോക്കിയ നേത്ര വാതിൽക്കൽ നിറക്കണ്ണുകളോടെ നിൽക്കുന്നവളെ കണ്ടതും അവളെ മുഖത്തെ ചിരി മാഞ്ഞു. ഗൗരി, അവൾ വിളിച്ചതും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ഗൗരി തിരിഞ്ഞു നടന്നു. അത് കണ്ടതും നേത്ര ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയതും കാശി അവളെ തടഞ്ഞു. എടാ ഗൗരി, അവൾക്ക് സങ്കടമായി. ഞാൻ അവളെ മറന്നു എന്ന് കരുതി കാണും. അവൾക്കത് സഹിക്കില്ല. പാവാ, ഞാൻ ചെല്ലട്ടെ. അത് പറയുമ്പോൾ നേത്രയും കരഞ്ഞു. കാശിക്കും അവളോട് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. ഗൗരിയുടെ നിറഞ്ഞ കണ്ണുകൾ അവനെയും അസ്വസ്ഥതപ്പെടുത്തി. ഗൗരി ഒന്ന് ചുണ്ടി പിടിപ്പിക്കണം എന്നേ അവൻ കരുതിയിരുന്നുള്ളൂ. പെണ്ണതിന് കണ്ണു നിറയ്ക്കും എന്ന് കാശിയും കരുതിയില്ല. നച്ചുവിനൊപ്പം അവനും ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. അടുക്കളയിലേക്ക് കടന്നതും ചോര ഒഴുകുന്ന വലുത് കൈ മുറുകെ പിടിച്ച് കണ്ണടച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ടതും രണ്ടാളും ഞെട്ടി. ഗൗരി വിളിച്ചുകൊണ്ട് നച്ചു അവളുടെ അടുത്തേക്ക് ചെന്നു. ആ കൈ പിടിക്കാൻ നോക്കിയതും ഗൗരി അവളുടെ കൈ തട്ടിമാറ്റി. വേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത്തിരി മുറിഞ്ഞെന്ന് വെച്ച് ചത്തൊന്നും പോവില്ല. ചത്താലും നീ നോക്കാൻ വരണ്ട. പുതിയ ആങ്ങളെ കിട്ടിയതല്ലേ. ഊട്ടാനും മുറക്കാനും പുതിയ ആളായല്ലോ. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. പോയിക്കോ. കൊച്ചു കുട്ടികളുടെ പരിഭവത്തോടെ അവൾ പറയുന്നത് കേട്ടതും കാശിക്ക് ചിരിയാണ് വന്നതെങ്കിൽ നേത്രയ്ക്ക് അവൾ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. അത് കണ്ടത് ഗൗരിക്ക് സങ്കടമായെങ്കിലും അവൾ അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് കയ്യിൽ ആരും പിടിക്കുന്ന പോലെ തോന്നിയതും അവൾ മുഖം ഉയർത്തി നോക്കി. മുന്നിൽ തൻ്റെ കയ്യിൽ മുറിവ് വെച്ച് കെട്ടുന്ന കാശിയെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. കൈ വലിക്കാൻ നോക്കിയതും കാശി ആ കൈ പിടിച്ചു വെച്ചു. വീണ്ടും ശക്തിയിൽ ആ കൈ പിൻവലിക്കാൻ നോക്കിയതും കാശിയുടെ ഒറ്റ നോട്ടത്തിൽ അവൾ അടങ്ങി. എന്താ തൻ്റെ പ്രശ്നം? അവൾക്ക് മുന്നിൽ കൈ കെട്ടി നിന്ന് അവൻ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൾ പതറി. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല സാർ, പെങ്ങളടുത്തേക്ക് പോയാട്ടെ, എനിക്ക് പണിയുണ്ട്. അവനെ ശ്രദ്ധിക്കാതെ അത്രയും പറഞ്ഞു തിരിഞ്ഞതും അവൻ അവളെ പിടിച്ചു വലിച്ച് നേരെ നിർത്തി. നീ പറഞ്ഞിട്ട് പോയാൽ മതി. എന്തിനാ അവളെ നീ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചത്? നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം അവൾ ഇന്നലെ വന്ന എനിക്ക് തരുമെന്ന് പേടിച്ചാണോ ഇന്നിങ്ങനെ നീ പെരുമാറിയത്? അത്രയ്ക്ക് വിശ്വാസമില്ലാതായോ നിന്റെ നച്ചുവിനെ നിനക്ക്? അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ നച്ചുവിനെ എന്നേക്കാൾ കൂടുതൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പേടിയും. അവൾ പലരിലും നൽകിയിട്ടുള്ള വിശ്വാസവും സ്നേഹവും തിരിച്ചവൾക്ക് വേദന മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവളിലേക്ക് അടുക്കുമ്പോൾ ഞാൻ ഭയക്കുന്നത്. ഒരു സഹോദരസ്ഥാനം നിങ്ങൾക്ക് അവൾ മനസ്സാൽ നൽകിയാൽ, നിങ്ങളിൽ നിന്നും ഒരു വേദന അവൾക്ക് ലഭിച്ചാൽ അതവളെ തകർത്ത് കളയും. ഒരിക്കൽ തകർന്നു പോയവളാണ്. ഇനിയും ഒരു മുറിവ് ആ ഹൃദയത്തിലുണ്ടായാൽ അതവൾക്ക് ഓവർകം ചെയ്യില്ല. ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞതും കാശിയുടെ നെറ്റി ചുളിഞ്ഞു. താൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? നച്ചുവിനാരാ മുന്നിൽ സങ്കടപ്പെടുത്തിയത്? അവൻ ചോദിച്ചതും ഗൗരി ഞെട്ടി അവനെ നോക്കി. അപ്പോഴാണ് താൻ എന്താണ് അവനോട് പറഞ്ഞത് എന്ന ബോധം അവൾക്ക് വന്നത്.